സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉണ്ടായിരുന്ന ഓറഞ്ച് അലേർട്ട് പിൻവലിച്ചു. ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ യെല്ലോ അലേർട്ടും പിൻവലിച്ചിട്ടുണ്ട്. സാന്ത്വന സാജു വിവരങ്ങളുമായി. സാന്ത്വന, എന്താണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ്? എന്താണ്? നിഷാദ്, സംസ്ഥാനത്ത് ഇന്ന് മഴ കുറയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ നൽകിയ മുന്നറിയിപ്പുകൾ പ്രകാരം 2 ജില്ലയിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത 2 ജില്ലകൾ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വന്ന മഴയും മുന്നറിയിപ്പ് പ്രകാരം ഈ 2 ജില്ലകളിലെയും ഓറഞ്ച് മുന്നറിയിപ്പ് പിൻവലിച്ചിരിക്കുകയാണ്. പകരം ഈ 2 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നൽകി. അത് മാത്രമല്ല, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നലത്തെ മുന്നറിയിപ്പ് പ്രകാരം യെല്ലോ ആണ് നൽകിയിരുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായിരുന്നു പ്രവചിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആ മുന്നറിയിപ്പ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഈ 3 ജില്ലയിലും നിലവിൽ മുന്നറിയിപ്പുകളൊന്നും തന്നെയില്ല. നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. എന്നിരുന്നാലും സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോൾ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലൊക്കെ തന്നെ വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നിപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലൊന്നും തന്നെ നിലവിൽ അലർട്ടുകൾ നൽകിയിട്ടില്ല. എന്നിരുന്നാലും മഴയും അതുപോലെ തന്നെ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് മാത്രവുമല്ല, നാളെ 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ തെക്കൻ കേരള തീരം മുതൽ വടക്കൻ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായിട്ടാണ് മഴ ലഭിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ മഴ ഒന്ന് ശമിച്ചിരുന്നതാണ്. അത് ഈ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനം കുറച്ച് കുറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും അത് ഈ ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനം ശക്തമായി തന്നെ സംസ്ഥാനത്തേക്ക് എത്തുന്നു. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ ഇപ്പോൾ വീണ്ടും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ കുറഞ്ഞു എങ്കിൽ പോലും വരും ദിവസങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും